ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മളിന്ന് ബാംഗ്ലൂർ വന്നേക്കുന്നത്. ബാംഗ്ലൂർ ഇവിടെ മഹീന്ദ്രയുടെ ലേറ്റസ്റ്റ് XCV90 ടെസ്റ്റ് ഡ്രൈവിന് വന്നേക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഒരു വാക്ക് റൗണ്ട് വീഡിയോ നമ്മൾ കൊണ്ടുവന്നത്. നമുക്ക് ഈ വാഹനത്തിൽ വന്നേക്കുന്ന ഫുൾ മാറ്റങ്ങൾ നമുക്കൊന്ന് കാണാം. ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ഡെഫിനറ്റ്ലി നമുക്ക് XCV90യുടെ സിമിലാരിറ്റീസ് അൺമിസ്റ്റേക്കബിൾ. പക്ഷേ ഇവിടെയും ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ബാർ ഈ DRൽ ശരിക്കും വരച്ചാൽ കുറച്ചും കൂടെ വൈഡർ ആയിട്ടുണ്ട്. XCV90ക്ക് ഭയങ്കര തിന്നാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഡിസൈൻ എലിമെൻ്റ് ഒക്കെ സെയിം ആണ്, താഴെ വന്നിരിക്കുന്ന ഡിസൈൻ സെയിം ആണ്, ഹെഡ്ലൈറ്റ്സും സിമിലർ ആണ്. പിന്നെ വരുന്ന മാറ്റം ശരിക്കും സൈഡിൽ വരുമ്പോൾ, സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് പക്ക ഇതൊരു XUV700ൻ്റെ സൈഡ് പ്രൊഫൈലാണ് പ്രോപ്പർ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെയും ചെറിയൊരു മാറ്റം പറയാനുള്ളത്, കുറച്ചൊരു നീട്ടം കൂടിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന വ്യത്യാസം, പുതിയ വീൽസ് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വിട്ട് നിൽക്കുന്ന പോലെയൊക്കെ കാണാം. പക്ഷേ ഇതൊരു 3D ഡിസൈൻ എലിമെൻ്റ് പോലെ വന്നേക്കുന്നത്. ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന EV സ്പെസിഫിക് ആയിട്ടൊരു വീലാണിത്. 18 ഇഞ്ച് വീൽസാണ്. ഇറ്റ്സ് ഓക്കെ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കാണാം. പിന്നെ ഈ ഒരു ക്രോം എലിമെൻറ്റ് ഇവിടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആവുന്നു. താഴെ വന്നേക്കുന്നതും വീൽ ആർച്ചൊക്കെ പിയാനോ ബ്ലാക്ക് ആയിട്ടുണ്ട്, അതും കാണാൻ രസമുണ്ട്. മേളിലൊരു ചെറിയ റൂഫ് റെയിൽ വന്നേക്കുന്നു. ഈ ഡോർ ഹാൻഡിൽസിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NFC ടാഗ് ഉപയോഗിച്ചിപ്പോൾ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഫോണിൽ NFC ആവാം, NFC കാർഡ് ആവാം, ഏതും ഉപയോഗിച്ച് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അണ്ടർ പിന്നിങ്സ് ആണ് കംപ്ലീറ്റ്ലി മാറിയിട്ടുള്ളത്. ഇൻഗ്ലോ ആർക്കിടെക്ചറാണ്, അതായത് അവരുടെ ഇലക്ട്രിക് ആർക്കിടെക്ചറാണ് ഈ വാഹനത്തിൽ താഴെ നിൽക്കുന്നത്. അതുകൊണ്ട് കാണാൻ പറ്റും ഇൻഗ്ലോ ഇലക്ട്രിക് എർജിൻ എന്ന് പറഞ്ഞിട്ട്. അത് ഇവിടെ ബോൺ ഇലക്ട്രിക് വെഹിക്കിൾസ്, അതായത് BEV എന്ന് പറയുന്ന BE60ലും XCV90ലാണ് ആദ്യം വന്നത്. ഈ വാഹനത്തിലും അത് അൺഡേറ്റഡ് അയക്കുന്നത്. ഇനി ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ വീണ്ടും XUV700ൻ്റെ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ ദിസ് ഇസ് കംപ്ലീറ്റ്ലി ന്യൂ. ശരിക്കും പറഞ്ഞാൽ ഈ ടെയിൽ ലൈറ്റ്സ് ഫുള്ളി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളൊരു ഹണികോം പാറ്റേൺ പോലെ വന്നേക്കുന്നു. ഈ ഒരു പാറ്റേൺ ലൈറ്റിൻ്റെ ഒക്കെ സെയിം ആണ്, പക്ഷേ ഇവിടെ ഇങ്ങനെ ഫുള്ളൊരു ബ്ലാക്ക് ഔട്ട് എലിമെൻറ്റ് പോലെ അയക്കുന്നു. ഇപ്പോൾ ഈ മഹീന്ദ്രയുടെ ഇലക്ട്രിക് മഹീന്ദ്രാസിന് ഈ ഒരു ലോഗോ ആണ്, അതിവിടെ വന്നിട്ടുണ്ട്. അയച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ എംബോസ് ചെയ്ത് വെച്ച പോലെ. XCV9S എന്ന് പറഞ്ഞിരിക്കുന്ന ഈ എഴുത്ത് ശരിക്കും നല്ല നന്നായിട്ടുണ്ട്. ഇറ്റ് ലുക്സ് വെരി നൈസ്. വാഹനത്തിനൊരു കംപ്ലീഷൻ കൊടുക്കുന്നുണ്ട്. താഴെയും പുതിയൊരു ബമ്പർ ഡിസൈൻ കാണാൻ പറ്റും. എല്ലാം ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമിലർ. ഇലക്ട്രോണിക് ടെയിൽ ഗേറ്റ് ഇല്ല, പൊക്കന്നെ വേണം, നല്ല ഹെവിയുമാണ്. ഇതാണ് ബൂട്ട് സ്പേസ്. 3rd റോ താഴ്ത്തി വെച്ചാലുള്ള, 3rd റോ പൊക്കി വെച്ചായിരിക്കും ബൂട്ട് സ്പേസ് കുറവാണ്. ഒരു വ്യത്യാസം, പിന്നെ 2 കൈ ഉപയോഗിച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റും. നമുക്ക് അകത്ത് നോക്കാം. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആംബിയൻസ് വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ XCV90 കണ്ട ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ബേസ് മോഡൽ തൊട്ടേ ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് വരുന്നുണ്ട്. 12.3 ഇഞ്ചസിൻ്റെ 3 സ്ക്രീനാണ് വരുന്നത്. ഇറ്റ് ലുക്സ് വെരി നൈസ്. എനിക്കും XCV90കകത്ത് ഈ ഒരു ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനൊരു ഗുണം എന്താ വെച്ചാൽ പാസഞ്ചർ സൈഡിലെ സ്ക്രീനിൽ നമുക്ക് ഏത് വീഡിയോസും കാണാനൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും. പക്ഷേ അത് പ്രൈവസി കൺട്രോൾഡ് അല്ല. ഡ്രൈവ് ചെയ്യുമ്പോഴും ഡ്രൈവർക്കും ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അത് ശരിക്കും ഒരു പ്രശ്നമാണെന്ന് തന്നെ പറയാം, കാരണം ഇത് ഡിസ്ട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ള സംഭവമാണ്. ബട്ട് ദാറ്റ് ഈസ് എ ഗുഡ് തിങ് ഫോർ ദ പാസഞ്ചർ. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൺസോളിൽ അവർ ക്യാപ് ടച്ച് ബട്ടൺസ് ആണ് പറയുന്നത്. അത് ബേസിക്കലി ഇങ്ങനെ തൊട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്റ്റിക് ഫീൽ പോലെ കിട്ടും. പക്ഷേ ഭയങ്കര ഫ്ലിംസി ആയിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാൽ കാണാം, ഒരു സുഖമില്ല ശരിക്കും പറയുക. അതിൻ്റെ താഴേക്കും ഇനി പിയാനോ ബ്ലാക്കിൽ വന്നിരിക്കുന്ന ഒരു ഫിനിഷിൽ ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഉള്ളിലേക്ക് വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയാണ് വയർലെസ് ചാർജ് വന്നിരിക്കുന്നത്. 2 USB C പോർട്ട്സ് നമുക്ക് കാണാം. പിയാനോ ബ്ലാക്ക് ആണ് കംപ്ലീറ്റ്ലി ഡാഷ്ബോർഡും സൈഡിലൊക്കെ ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ നടക്കും സ്ക്രീനിലും കാണാനൊക്കെ പിയാനോ ബ്ലാക്ക് തന്നെ വന്നിരിക്കുന്നത്. ഗിയർ ലിവർ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ സെയിം ഗിയർ ലിവർ വന്നിരിക്കുന്നു, വിച്ച് ഈസ് ഓക്കെ. പക്ഷേ ബട്ടൺസും ഈ ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ ലേശം ഫ്ലിംസി ആയിട്ട് ഫീൽ ചെയ്യുന്നു. ബട്ട് ഒരു നൈസ് ഹാൻഡ് ഫീൽ കിട്ടുന്നുണ്ട്. സൈഡിൽ നോക്കി കഴിഞ്ഞാൽ പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ച് കാണാനൊക്കെ കാണാം. ഇവിടെയാണ് പിന്നെ ഒരു റോട്ടറി നോബായിട്ട് ഒരു കൺട്രോൾ ബട്ടൺസ് വന്നിരിക്കുന്നത്. ഇവിടെ കാറിൻ്റെ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു ബട്ടണാണിത്. ഇതിപ്പോൾ ഹോമിലേക്ക് തിരിച്ച് എക്സിറ്റ് ചെയ്യാനുള്ള ബട്ടൺ, AC കൺട്രോളിലേക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്യാനുള്ള ബട്ടൺ, ഇത് വോളിയം കൺട്രോൾ. 2 കപ്പ് ഹോൾഡേഴ്സ് വന്നേക്കുന്നു. അതും സ്ക്വയർ കപ്പ് ഹോൾഡറാണ് വന്നിരിക്കുന്നത്. വലിയ ബോട്ടിൽ ഫിറ്റ് ആവില്ല, ചെറിയ ബോട്ടിലേ ഫിറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കപ്പ് തന്നെ ഫിറ്റ് ആവുള്ളൂ. ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട്. ഗ്ലൗ ബോക്സിൻ്റെ അകത്താണ് താക്കോൽ വെക്കാനുള്ള സ്പേസ് വന്നിരിക്കുന്നത്. ഇത് പിന്നെ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ്. തുറന്ന് ഇവിടെ ഒരു വെന്റിലേറ്റഡ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും ഒരു ഗ്ലൗ ബോക്സ് അത്യാവശ്യം വലുതാണ്. ഇതിൻ്റെ മേളിലും ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നു. അവിടെ DVR കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതും അത്യാവശ്യം ഡെപ്ത് ഉള്ള വലിയൊരു ഗ്ലൗ ബോക്സ് ആണ്. 9S എന്ന് പറയുന്ന ഒരു S സ്റ്റാൻഡ്സ് ഫോർ സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ 9 ഡിഫറെൻറ്റ് S അവർ കാണിച്ചിട്ട് പറഞ്ഞു, അങ്ങനത്തെ പറഞ്ഞു. പക്ഷേ S ഡെഫിനറ്റ്ലി സ്റ്റാൻഡ്സ് ഫോർ സ്പേസ്. അപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട്. ഡോർ പാഡിൽ സ്പേസ്, ഇവിടെ സ്പേസ്, വണ്ടിക്കകത്ത് സ്പേസ് ഉണ്ട്, സീറ്റ്സ് ഒക്കെ വലുതായിട്ടുണ്ട്. എല്ലാം ഇറ്റ്സ് വെരി മാസീവ്, വെരി സ്പേഷ്യസ്, വെരി കംഫർട്ടബിൾ.
മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പാനറാമിക് സൺറൂഫ് നമുക്ക് കാണാം. ഇത് ഓപ്പണബിൾ സൺറൂഫാണ്, കംപ്ലീറ്റ്ലി വലിയൊരു സൺറൂഫ് നമുക്ക് കാണാം. ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നോ 2 പേർക്ക് നിൽക്കാൻ പറ്റുന്ന സൺറൂഫാണ്. പക്ഷേ ചെയ്യരുത്, വീണ്ടും പറയുന്നു, വണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും സൺറൂഫിൽ കയറി നിൽക്കല്ലേ, ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. സീറ്റ്സിൻ്റെ ഡിസൈനൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇറ്റ്സ് ഒരു ഗ്രീൻ ആൻഡ് ഒരു ബേജ് ക്രീം, ഒരു ഗ്രീനിഷ് തീമോട് കൂടിയിട്ടുള്ളൊരു കളർ കാണാം. നടുക്കൊരു എലിമെൻറ്റ് വന്നേക്കുന്നു. ഇത് പവേർഡ് സീറ്റാണ് വന്നേക്കുന്നത് ഇപ്പോൾ. പക്ഷേ മെമ്മറി ഫംഗ്ഷൻ പാസഞ്ചർ സൈഡിനില്ല. മെമ്മറി ഫംഗ്ഷൻ വന്നേക്കുന്നത് ഡ്രൈവർ സൈഡിനാണ്. 3 മെമ്മറീസ് ഉണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സാണ് വരുന്നത്. ഫ്രണ്ടും പാസഞ്ചറും ബാക്കിലത്തെ പാസഞ്ചറും വെന്റിലേറ്റഡ് സീറ്റ് വന്നിരിക്കുന്നു. ഞാൻ ബാക്കിലൊന്നും പറഞ്ഞുതരാം. നടുക്കോട്ട് കയറി കഴിഞ്ഞാൽ ഇനി ഇവിടെയാണ് കംപ്ലീറ്റ്ലി സിസ്റ്റംസ് വന്നേക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ക്യാമറ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുത്തും ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്ത് കാണാം. ഇതിപ്പോൾ നമുക്ക് എ സിൻ്റെ കൺട്രോൾസ് കാണാം. എ സിൻ്റെ കൺട്രോൾസിനുള്ളിൽ കയറിയാണ് വെന്റിലേറ്റഡ് സീറ്റിനുള്ള ഇത് കാണുന്നത്. ഇതിപ്പോൾ ഓഫ് ചെയ്ത് നമുക്ക് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എനർജി സിസ്റ്റംസ് ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന സെയിം ആ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളാണ്. എല്ലാം ഇവിടെ കിട്ടുന്നു. എൻ്റർടൈൻമെൻറ്റിനുള്ളതും മീഡിയ എല്ലാം ഇതിനകത്ത് തന്നെ കാണുന്നുണ്ട്. ഇറ്റ്സ് വെരി ക്ലിയർ ക്ലാരിറ്റി ഉള്ള സാധനമാണ്. വെയിലടിക്കുന്നത് നമുക്ക് വിസിബിലിറ്റി ഒന്നും കട്ടാവുന്നില്ല. അത്യാവശ്യം ലെജിബിൾ ആയിട്ടുള്ള റീഡബിൾ ആയിട്ടുള്ള ഫോണ്ടും കാര്യങ്ങളൊക്കെ കാണാം. ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, നോട്ട് കംപ്ലൈൻറ്റ് പറയാൻ മാത്രമൊന്നുമില്ല. ഇവിടെ ഒരു ക്യാമറ നിങ്ങൾക്ക് കാണാം. ഇത് ശരിക്കും വീഡിയോ കോളിംഗ് ക്യാമറ എന്നൊരു പറയുന്നത്. അതുകൊണ്ട് കോർപ്പറേറ്റ്സ് ബിവെയർ. നിങ്ങളിപ്പോൾ ഓഫീസിലെത്താൻ ലേറ്റ് ആയി, നിങ്ങൾ എത്താൻ ലേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് വണ്ടിയിലെന്ന് പറഞ്ഞാലും വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓഫീസ് മീറ്റിംഗ്സ് മിസ്സാവാതിരിക്കാൻ ഡേഞ്ചറസ്. പിന്നെ ഇതിന് വന്നേക്കുന്ന വേറൊരു സംഭവമാണ് ലൈവ് 360 ക്യാമറ ഉണ്ട്. അതായത് ഇതിൻ്റെ പുറത്ത് ഉള്ള 4 ക്യാമറാസ്, അതായത് 360 വ്യൂവിന് കിട്ടാനുള്ള ക്യാമറാസ് ഇപ്പോൾ നമുക്ക് ഫോണിലേക്ക് ഡയറക്റ്റ് ഉള്ളൊരു ഫീഡ് എടുക്കാൻ പറ്റും. അതായത് വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഫോണിൽ നമുക്ക് ഫീഡ് കിട്ടും. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് വിഷ്വൽസ്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇതൊക്കെയായിരുന്നു ഫ്രണ്ടിൽ വന്നേക്കുന്നത്. സ്റ്റിയറിംഗ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് വണ്ടികൾ തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ ഒരു ഡ്രൈവ് വീഡിയോ 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. ഇന്ന് എംബാർഗോഡാണ് ഡ്രൈവ് വീഡിയോ. ആ ഡ്രൈവിൻ്റെ ഇടയിൽ ഞാൻ ഇതും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡ്രൈവും കാര്യങ്ങളും കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ. എന്തായാലും നമുക്ക് ബാക്ക് സീറ്റിൽ പോകും. ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോഴും നല്ല സ്പേഷ്യസ് ആണ്. ഇതിപ്പോൾ എൻ്റെ സീറ്റിംഗ് കംഫർട്ടിൽ ഞാൻ വെച്ചേക്കുന്ന സീറ്റാണിത്. ഇതിപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട്. ബാക്ക് സീറ്റും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇപ്പോൾ റോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്പേസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്ക് സീറ്റും അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എവിടെയും ഒരു ക്ലോസ്ട്രോഫോബിക് ഫീൽ കിട്ടുന്നില്ല. വന്നേക്കുന്ന വലിയൊരു ഗുണം ഇത് പ്രൈവസി കേർട്ടൻസ് വന്നേക്കുന്നു, വിച്ച് ഇസ് എ വെരി ബിഗ് പ്ലസ്. കാരണം നമ്മുടെ നാട്ടിൽ സൺഫിലിം ഒട്ടിക്കാൻ പാടില്ല എന്നുള്ള നിയമം വന്നത് എന്തിനാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല വൈ എന്നുള്ളത്. എന്തായാലും അതിനൊരു പരിഹാരമായിട്ട് ഇപ്പോൾ കേർട്ടൻസ് വന്നേക്കുന്നു, വിച്ച് ഇസ് വെൽ ആൻഡ് ഗ്രേറ്റ്. നമ്മുടെ ഇതിൻ്റെ ടീസർ വീഡിയോനകത്ത് വലിയൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു, 5 സ്ക്രീൻ ഉള്ളത്. പക്ഷേ അത് 5 സ്ക്രീൻ അല്ല, ഫ്രണ്ടിലുള്ള 3 സ്ക്രീൻ തന്നെ ഉള്ളൂ. ഇവർ പറയുന്നത് BYOD എന്നാണ്. അതായത് ബ്രിങ് യുവർ ഓൺ ഡിവൈസ്. നിങ്ങൾ തന്നെ സാധനം മേടിച്ചിട്ട് നിങ്ങൾ വന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കിൽ സ്ക്രീൻ ഉണ്ടാവും. ബാക്കിൽ സ്ക്രീൻ ഉണ്ടാവും. അതിവിടെ പിടിപ്പിക്കാനുള്ള ഫിറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ മൈൻഡിൽ നിന്ന് കിട്ടും. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകും. ഇത് നമ്മൾ വേറെ വണ്ടി ഓടിക്കാതെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പിടിപ്പിക്കാൻ വരുന്നത്. ഇവിടെ ഒരു 65 വാട്ടിൻ്റെ പ്ലഗ് പോയിന്റ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഡിവൈസ് ചാർജ് ചെയ്യാൻ പറ്റും. ബാക്കിൽ ഇത് ഒരു വയർലെസ് ചാർജിങ് പാഡ് ഇവിടെ വന്നിട്ടുണ്ട്, ഫോൺ വെക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ സീറ്റ്സ് ബോസ് ഫംഗ്ഷൻ ആയിട്ടുണ്ട്, അതും ഇലക്ട്രിക്കൽ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കൺട്രോൾ ബട്ടൺ ഉണ്ട്, നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആക്കാം, കെടുത്താനും പറ്റും. ബാക്ക് സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിരിക്കുന്ന ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ഞാൻ ഇതുവരെ വേറൊരു വാഹനത്തിനകത്ത് കാണാത്തതാണ്, ബാക്കിൽ സീറ്റും കൂടെ വെന്റിലേറ്റഡ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ അമ്മയും അച്ഛനും മാത്രമല്ല, ബാക്കിൽ കുട്ടികളിരുന്നാലും അവർക്കും നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റും, നല്ല കുളിർമയോട് കൂടിയൊരു സീറ്റിൽ. ഇനി തേർഡ് റോ സീറ്റാണ്. ഇനി തേർഡ് റോ സീറ്റാണ്. തേർഡ് റോ സീറ്റിലേക്ക് കയറാനായിട്ട് ഇവിടെ ഈ ലിവർ പുള്ളി ചെയ്യുക, സിംഗിളാണ്, അത് ടംബിൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സീറ്റിൻ്റെ ബാക്കിലും ഇവിടെ ഒരു ലിവർ ഉണ്ട്, അത് പുള്ളി ചെയ്താലും നമുക്ക് തേർഡ് റോയിൽ ഇരുന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇനി കയറാം. കയറിൽ ഇച്ചിരി ടൈറ്റാണ്. ടൈറ്റാണ്. ഒരു ഫുൾ സൈസ് അഡൽട്ടിന് ലോങ് ഡിസ്റ്റൻസ് ഒന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിള്ളേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും. ഇപ്പോഴും തേർഡ് റോ സീറ്റ് ഈസ് ഫോർ കിഡ്സ് ഓൺലി. പക്ഷേ നമ്മളിപ്പോൾ ഒരു സിറ്റി യൂസൊക്കെ ആണെങ്കിൽ 7 പേരുണ്ടെങ്കിൽ ബാക്ക് സീറ്റിൽ കുഴപ്പമില്ലാണ്ട് യാത്ര ചെയ്യാം. ബാക്കിലൊരു കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്, ഒരു 12 വോൾട്ട് സോക്കറ്റ് വന്നേക്കുന്നു ഈ സൈഡിലായിട്ട്, വെൻറ്റ്സ് വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതാണ് AC-ൻ്റെ ബ്ലോവർ കൺട്രോൾസ്. സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. ആകെ മൊത്തം 13 സ്പീക്കറാണ് വന്നത്, 16 സ്പീക്കർ വന്നിട്ടുണ്ട്. സ്പീക്കേഴ്സൊക്കെ ഇവിടെ കാണാം. ഗ്രാബിൽ വന്നിരിക്കുന്നു. വിഷൻ കട്ടാവുന്നില്ല, കാരണം നമുക്ക് ഇങ്ങനെയാണ് വിഷൻ പോകുന്നത്. കുറച്ചുകൂടി നടുക്കോട്ടാണ്. ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് ഈ സൈഡിലായിട്ടാണ്. ഇവിടെ ഒരു വിൻഡോ വന്നേക്കുന്നു. അത്യാവശ്യം റൂമി ആയിട്ടുള്ള, അത്യാവശ്യം എയറി ആയിട്ടുള്ള, അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നൊരു സ്പേസിൻ്റെ ആണ്. അപ്പോൾ ഒരു ക്രാംഡ് ഫീലിംഗ് ഇല്ല. ഈ വാഹനം ഇപ്പോൾ 3 വേരിയൻസിലാണ് വരുന്നത്. പാക്ക് 1 അബവ്, പാക്ക് 2 അബവ്, പാക്ക് 3 അബവ്,
3 വേരിയൻസ് ആണിത്. പാക്ക് 1 ആണ് ബേസ് വേരിയൻറ്റ്. 2 ബാറ്ററി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 59 kWhൻ്റെയും 79 kWhൻ്റെയും ഈ 2 ബാറ്ററി നേരത്തെ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് തന്നെയാണ്. 59 kWhൻ്റെ ബാറ്ററിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 19.95 lakhs-ലാണ്. അത് 79 kW ആണെങ്കിൽ 21.95 lakhs ആണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. അതിൻ്റെ മേളിലേക്കുള്ള പാക്ക് 2 അബോനും 2 ബാറ്ററി ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിനൊരു പുതിയ ബാറ്ററി പാക്കിന് ആവശ്യം വന്നിട്ടുണ്ട് 70 kWhൻ്റെ. അതാണ് പിന്നെ 79 kWhൻ്റെ. ഇത് രണ്ടും പ്രൈസ് വരുന്നത് 24.45 25.45 ആണ്. ഇതിൻ്റെ മേളിലേക്ക് വരുന്ന പാക്ക് 3 അബോ ആണ് ഈ വേരിയൻറ്റ് കാണുന്നത്, ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള വേരിയൻറ്റ്. ഈ പ്രൈസ് വരുന്നത് 79 kWhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 27.35 ആണ് ഇവരുടെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്, വിച്ച് ഇസ് എ ഗ്രേറ്റ് പ്രൈസ്. കാരണം ഫീച്ചർ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫുള്ളി പാക്ഡ്. ഇതിന് ഡ്രൈവ് റിവ്യൂ ഉടനെ വരുന്നുണ്ടാവും. 2 ദിവസത്തിനുള്ള നമ്മുടെ വീഡിയോ ചാനൽ വരുന്നുണ്ടാവും. ആ വീഡിയോ കാണുന്നതിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വാഹനത്തിനെ കുറിച്ചുള്ള കമൻറ്റ്സ് എന്തായാലും നിങ്ങൾ ഇന്ന് തന്നെ അറിയിച്ചോ. നമ്മൾ ആ വീഡിയോ ഇടുമ്പോൾ എന്തായാലും അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈ മലയാളം. ഞാൻ നന്ദു ആൻഡ് ദിസ് ഇസ് ദ ലേറ്റസ്റ്റ് XEV 9S.